എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മിഥുനം രാശിക്കാർക്ക് 2026 ജൂൺ 2 വ്യാഴമാറ്റം കൊണ്ട് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റിയാണ്. ജ്യോതിഷ ലോകത്തെ ഏറ്റവും നിർണായകമായ ഒരു ഗ്രഹമാറ്റമാണ് വ്യാഴത്തിൻ്റെ ഗ്രഹമാറ്റം. വ്യാഴം തൻ്റെ സഞ്ചാരപഥത്തിൽ അതിശക്തനാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ജൂൺ 2 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്നും തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിലേക്കാണ് പ്രവേശിക്കുന്നത്. നീണ്ട 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഗുരു ഇത്രയും ശക്തമായ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ രാശിയുടെ 2ാം ഭാവം, അതായത് ധനസ്ഥാനത്തേക്ക് എത്തുന്നത്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു രാശിമാറ്റമല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കും അതുപോലെ കുടുംബത്തിലെ ഐശ്വര്യത്തിലേക്കും ഒക്കെയുള്ള ഒരു വാതിൽ തുറക്കപ്പെടുകയാണ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും തൊഴിൽപരമായ അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ ഈ മാറ്റത്തോടെ ഒരു പരിസമാപ്തി ഉണ്ടാകുമോ? അതുപോലെ നിങ്ങളുടെ ജാതകത്തിലെ ഏതെല്ലാം ഭാവങ്ങളെയാണ് ഈ വ്യാഴമാറ്റം സ്വാധീനിക്കാൻ പോകുന്നത്? അതുപോലെ വരും മാസങ്ങളിൽ മിഥുനൻ രാശിക്കാരെ എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും കാണുക. മിഥുനൻ രാശിക്കാർക്ക് 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ 2ാം ഭാവം എന്നത് ധനം, കുടുംബം, വാക്ക്, അതുപോലെ സംസാരം, നേത്രങ്ങൾ എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. 2ാം ഭാവം ധനസ്ഥാനമായതിനാൽ വ്യാഴത്തിൻ്റെ ഈ സ്ഥിതി സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അതുപോലെ മുടങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കാനും പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറക്കാനും ഇത് കാരണമാകുന്നതുമാണ്. സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിക്കാൻ അനുകൂലമായ സമയം കൂടിയാണ് ഇത്. അതുപോലെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. കുടുംബാംഗങ്ങൾക്കിടയിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. അതുപോലെ സന്താനത്തിനായിട്ടൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ദമ്പതിമാരുണ്ടെങ്കിൽ അവർക്കും പുതിയൊരു സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ 2ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ കൂടുതൽ വിലയൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. മറ്റുള്ളവരെയൊക്കെ സ്വാധീനിക്കാനൊക്കെ തക്കവണ്ണം ആകർഷകമായിട്ടൊക്കെ സംസാരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൗൺസിലിംഗ് രംഗത്തുള്ളവരെ, അതുപോലെ അധ്യാപന രംഗത്തുള്ളവരെ, പ്രഭാഷണ രംഗത്തുള്ളവരെ, അങ്ങനെ ഈ മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഈ സമയം വളരെ വേഗം നല്ലൊരു വളർച്ച ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വ്യാഴത്തിൻ്റെ 5ാം ഭാവ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവത്തിലേക്കാണ്. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ ശത്രു, രോഗം, കടം എന്നിവയുടെ സ്ഥാനമാണ്. ഈ വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മിഥുനൻ രാശിക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് ആശ്വാസമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ശരിയായ രീതിയിലുള്ള ചികിത്സയും രോഗശമനവും ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ കടബാധ്യതകൾ, പുതിയ ലോണുകളൊക്കെ എടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ടെങ്കിലും പഴയ കടങ്ങളൊക്കെ വീട്ടാനുള്ള വരുമാനമൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ജോലി സ്ഥലത്തോ പുറത്തോ ഒക്കെയുള്ള ശത്രുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനും അല്പം പ്രയാസമായിരിക്കും. നിങ്ങളുടെ ബുദ്ധിശക്തിയും വിനയവും ഒക്കെ കൊണ്ട് ശത്രുക്കളെയൊക്കെ മിത്രങ്ങളാക്കാനും സാധിക്കുന്നതാണ്. പുതിയ ലോണുകൾക്കായിട്ടൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ ഈ സമയത്ത് അതൊക്കെ എളുപ്പത്തിൽ അനുവദിച്ചൊക്കെ കിട്ടുന്നതിന് ഈ ദൃഷ്ടി സഹായിക്കും. എങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കായിട്ട് മാത്രം കടം വാങ്ങാനൊക്കെ ശ്രദ്ധിക്കേണ്ടതുമാണ്. അതുപോലെ മത്സര പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന മിഥുനൻ രാശിക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ സമയം വളരെയധികം അനുകൂലമാണ്. കഠിനാധ്വാനത്തിനൊക്കെ അനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുന്ന സമയം കൂടിയാണ്. ജോലിസ്ഥലത്തൊക്കെ എന്തെങ്കിലും തർക്കമൊക്കെ നിലനിന്നിരിക്കുന്നവരാണെങ്കിൽ ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. 6ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ ശത്രുക്കളെ നിങ്ങളുടെ മുന്നിൽ പരാജയപ്പെടുമെങ്കിലും അവരെ നിസ്സാരമായിട്ട് കാണരുത്. അതുപോലെ ഭക്ഷണ കാര്യത്തിലൊക്കെ ഈ സമയത്ത് മിതത്വം പാലിക്കുന്നത് നിങ്ങളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഈ 6ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അത് കാരണം ഭക്ഷണ കാര്യത്തിലൊക്കെ മിതത്വം പാലിക്കേണ്ടതുമാണ്. ഇനി വ്യാഴത്തിൻ്റെ 7ാം ദൃഷ്ടി പതിക്കുന്നത്
നിങ്ങളുടെ 8ാം ഭാവത്തിലേക്കാണ്. 8ാം ഭാവം എന്നത് ആയുസ്സിൻ്റെ ഭാവമാണ്. അതുപോലെ തടസ്സങ്ങളുടെ ഭാവമാണ്. അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഭാവമാണ്. പൈതൃക സ്വത്തിൻ്റെയൊക്കെ ഭാവമാണ്. 8ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെ നിന്നെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് പണമൊക്കെ വന്നു ചേരാൻ കാരണമാകും. ഉദാഹരണമായിട്ട് എവിടെയെങ്കിലും മുമ്പെങ്ങോ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭമൊക്കെ ലഭിക്കാം. അതുപോലെ ഇൻഷുറൻസ് തുകകൾ, ബോണസ് അല്ലെങ്കിൽ ഗ്രാറ്റുവിറ്റി എന്നിവയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നൊന്നായിട്ടൊക്കെ മാറി തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഈ സർക്കാർ സംബന്ധമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായി തീരാൻ ഈ ദൃഷ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ ജ്യോതിഷം, മന്ത്രശാസ്ത്രം അല്ലെങ്കിൽ ഗവേഷണ വിഷയങ്ങൾ എന്നിവയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിവും താല്പര്യവുമൊക്കെ ഈ സമയത്തെ വർദ്ധിക്കുന്നതാണ്. പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാനും ഈ സമയം മികച്ചതാണ്. 8ാം ഭാവത്തിലെ ശുഭ ദൃഷ്ടി ആയുസ്സിനും ആരോഗ്യത്തിനും ഗുണകരമാണ്. വലിയ വലിയ അപകടങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വലിയ ആപത്തുകളിൽ നിന്നോ ഒക്കെ ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് വ്യാഴത്തിൻ്റെ നിങ്ങളുടെ 8ാം ഭാവത്തിലേക്കുള്ള ഈ ദൃഷ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അബദ്ധങ്ങളെയും ഒക്കെ 8ാം ഭാവം സൂചിപ്പിക്കുന്നത് കൊണ്ട് പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. അതുപോലെ അന്യരുടെയൊക്കെ വാക്ക് കേട്ട് വലിയ റിസ്ക് ഒന്നും എടുക്കാനും പോകരുത്. അതുപോലെ വ്യാഴത്തിൻ്റെ 9ാം ഭാവത്തിലെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 10ാം ഭാവത്തിലേക്കാണ്, അതായത് കർമ്മസ്ഥാനത്ത്. ഇപ്പോൾ ശനി നിൽക്കുന്നത് കർമ്മസ്ഥാനത്താണ്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് പതിക്കുമ്പോൾ കണ്ടകശനിയുടെയൊക്കെ ദോഷങ്ങളൊക്കെ കാഠിന്യമൊക്കെ കുറയുന്നതാണ്. അതുപോലെ 10ാം ഭാവം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ സ്വന്തം വീടായ മീനൻ രാശിയൊക്കെ ആയതുകൊണ്ട് ഈ ദൃഷ്ടിക്ക് ഇരട്ടി ശക്തി ഉണ്ടാകുന്നതാണ്. ജോലിയിലൊക്കെ സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ശമ്പള വർധനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. ശനി ഇപ്പോൾ 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ജോലി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ ജോലിയൊക്കെ ഇല്ലാത്തവർക്ക് പുതിയ ജോലിയൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്തൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ സമയം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. സർക്കാർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഒരു പ്രശംസയും അതുപോലെ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ്. സ്വന്തമായിട്ടൊക്കെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് പുതിയ കരാറുകളൊക്കെ ലഭിക്കാനും ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനും ഒക്കെ ഈ ദൃഷ്ടി സഹായിക്കുന്നതാണ്. ഇതൊക്കെയാണ് വ്യാഴം നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഫലങ്ങൾ. ഈ മിഥുനൻ രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് കൂടുതൽ ഐശ്വര്യമൊക്കെ ലഭിക്കാൻ ചെറിയ വഴിപാടുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹമൊക്കെ കൂടുതൽ ലഭിക്കുന്നതാണ്. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക. അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ജപിക്കുക. അല്ലെങ്കിൽ കേൾക്കാൻ പറ്റുന്നവരാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും ഗുണകരമാണ്. അതുപോലെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അതുപോലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ പഠന സാമഗ്രികളൊക്കെ നൽകുന്നത് വ്യാഴപ്രീതിക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ ഗുരു തുല്യരായവരെ ആദരിക്കുക. അധ്യാപകരെ, മുതിർന്നവരെ, അതുപോലെ ഗുരുക്കന്മാരെ എന്നിവരെയൊക്കെ ആദരിക്കുകയും അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയും ചെയ്യുക. ചുരുക്കത്തിൽ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഈ വ്യാഴമാറ്റം ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും. സാമ്പത്തികമായും തൊഴിൽപരമായുമൊക്കെ വലിയ ഉയർച്ചകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എങ്കിലും 6ാം ഭാവത്തിൽ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ആരോഗ്യകാര്യത്തിലും ശത്രുക്കളുടെ കാര്യത്തിലും ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ്. ഈ ശുഭകാലം കൃത്യമായിട്ടൊക്കെ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ വലിയ വിജയങ്ങളൊക്കെ നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കുമൊക്കെ ഈ അറിവ് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളുമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.